ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? നമ്മൾ കുറച്ച് നാളായില്ലേ ലോങ് വീഡിയോ ആയിട്ട് കണ്ടിട്ട്. വീഡിയോസ് എൻ്റെ കയ്യിൽ കുറച്ചുണ്ട്, പക്ഷേ എഡിറ്റ് ചെയ്യാനുള്ളൊരു സമയക്കുറവ് മൂലമാണ് കേട്ടോ അതൊന്നും പോസ്റ്റ് ചെയ്യാണ്ടിരുന്നിരുന്നത്. ഞാനൊരു സ്ഥാപനമൊക്കെ തുടങ്ങിയിട്ട് ഞാൻ എൻ്റെ അനിയത്തിയും കൂടെ. ചില സ്വപ്നങ്ങൾ നമ്മൾ അങ്ങനെയാണല്ലോ, നമ്മൾ എത്ര വേണ്ടെന്ന് വെച്ചാൽ നമ്മൾ തേടി അത് വരുന്നു പറയുന്ന പോലെയാണ്. ഞങ്ങൾ കുറച്ച് നാളായിട്ട് ഇതൊരു പ്ലാനിങ്ങിലുണ്ട്. അതിന് വേണ്ടിയിട്ട് തന്നെ ഞങ്ങളൊരു കോഴ്സൊക്കെ ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് യാത്രകൾ ആവശ്യമായിരുന്നു. അങ്ങനെ ഒരു യാത്രയായിരുന്നു ഞങ്ങളുടെ മൂകാംബികയിലേക്കുള്ള യാത്ര. അതിനൊരു സ്റ്റാർട്ടിങ് വെക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ ഞങ്ങൾ മൂകാംബികയിലേക്ക് ഒരു ഗേൾസ് ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ അതിൽ നിന്നൊക്കെ ഒരു ധൈര്യം സംഭരിച്ചിട്ടാണ് ഇപ്പോൾ ഈ ചെന്നൈയിലേക്ക് തന്നെയുള്ള ഒരു യാത്ര പോകുന്നത്. തന്നെയെന്ന് പറഞ്ഞാൽ ഞാനും ശഞ്ജിനിയും കൂടെ കേട്ടോ. ഇത്തരത്തിലുള്ള ചില അടിയന്തര ഘട്ടങ്ങളിൽ എനിക്ക് അബ്ചേട്ടൻ്റെ ഒരു ഫ്രണ്ടാണ് കേട്ടോ ഇങ്ങനെ നമുക്ക് ടൂറൊക്കെ പ്ലാൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാറ്. അപ്പോൾ ടിയാക്കി ടൂർസ് ആൻഡ് ട്രാവൽസ് എന്ന് പറയുന്ന സ്ഥാപനമാണ് കേട്ടോ ആ ചേട്ടനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിങ്ങൾ പോകുന്ന സ്ഥലത്തെ റൂമായാലും നിങ്ങൾക്ക് അതിനൊരു കറക്റ്റ് ഒരു പ്ലാനിങ് ഒക്കെ ചേട്ടൻ ചെയ്തു തരും കേട്ടോ. നിങ്ങൾ ഗേൾസ് ട്രിപ്പൊക്കെ പോകാൻ താല്പര്യമുള്ളവരാണ്, പക്ഷേ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ സമീപിക്കാം കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആളുടെ നമ്പർ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ കമൻറ്റ് ബോക്സിൽ തരാം. കാരണം കുറേ പേർക്ക് അങ്ങനെ ആഗ്രഹമുള്ളവരാണ് എനിക്ക് മനസ്സിലായിരുന്നു. കാരണം ഞങ്ങളുടെ മൂകാംബിക വ്ളോഗ് കണ്ടിട്ട് കുറേ പേര് എൻ്റെ അടുത്ത് അതിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ പറയുന്നത്. പിന്നെ ഈ ചെന്നൈ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് എന്തൊരു വലിയ റെയിൽവേ സ്റ്റേഷനാണെന്നൊരു കുറേ ആൾക്കാരും കുറേ സ്ഥലവും ഉണ്ട് കേട്ടോ. നല്ല രസമായിരുന്നു. എന്നെ സംബന്ധിച്ച് എനിക്കൊരു പുതിയ അനുഭവം തന്നെയായിരുന്നു കുറേ ആൾക്കാരെയൊക്കെ കണ്ടിട്ടുള്ളത്. മെട്രോ എനിക്ക് ഈ വ്ളോഗൊക്കെ എഡിറ്റ് ചെയ്യുമ്പോഴേ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ എൻ്റെ ലൈഫിൽ ഞാനിങ്ങനെ എന്നെക്കൊണ്ട് ഇങ്ങനെ തന്നെ ഒരു യാത്ര പോകാൻ പറ്റുമെന്നൊന്നും കരുതിയതല്ല. കാരണം എനിക്കിങ്ങനെ നമ്മുടെ പ്രൈവറ്റ് ബസ്സൊക്കെ അടുത്തിൽ കൂടെ വരുമ്പോൾ തന്നെ പേടിച്ചിരുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് അറിഞ്ഞൂടാ, അങ്ങനെയൊന്നും ഭയങ്കര പേടിയുള്ള ഒരാളായിരുന്നു ഞാൻ. പക്ഷെ അങ്ങനെ ഒരാൾ ഇങ്ങനൊരു യാത്രയൊക്കെ പോകാമെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര പ്രൗഡാണ് കേട്ടോ എൻ്റെ ഈ ഒരു കാര്യത്തിൽ. അത് നമുക്ക് തന്നെ ധൈര്യം വരുന്നേ. അതങ്ങനെയാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഇറങ്ങണം. നമുക്ക് എല്ലാ കാര്യത്തിലും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഇതാണ് കേട്ടോ തേൻമൊഴി. ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഡിസ്ക്രൈബ് ചെയ്ത് തന്നിട്ടാണ് നിങ്ങൾ എവിടെ ഇറങ്ങണം, ഇത് കൂടെ കടന്നു വരണം എന്നൊക്കെ പറഞ്ഞിട്ട്. யூடியூபில் வீடியோ எடுக்கிறதுக்கு சென்னை தானே வந்திருக்கு. കഴിഞ്ഞൂലേ? ரொம்ப ஈஸியாகி பண்ணுறேன் நான். இதெல்லாம் ரொம்ப புத்திமுட்டி தான் பண்ணுவேன். എൻ്റെ തമിഴ് കേട്ടിട്ട് നിങ്ങൾ പേടിക്കണ്ട കേട്ടോ. എനിക്ക് തമിഴ് ഒരു സമയത്തൊക്കെ സിനിമകൾ കണ്ടിരുന്ന സമയത്ത് തമിഴൊക്കെ വരുമായിരുന്നു. പക്ഷെ ഇപ്പം തമിഴ് വരാതെ. പക്ഷേ തേൻമൊഴിക്കാണെങ്കിൽ തമിഴ് മാത്രമേ അറിയുള്ളൂ. തമിഴ് മട്ടും തിരിയും. നമുക്ക് പിന്നെ അവിടെ നിന്ന് ഇവിടെ നിന്ന് പറക്കി സംസാരിക്കാൻ അറിയുന്നത് കൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ച് നിൽക്കുക എന്നുള്ളൊരു വിശ്വാസത്തിലാണ് കേട്ടോ പോകുന്നത്. അത് ഞാൻ തേൻമൊഴിനെ വിളിക്കുമ്പോൾ എനിക്ക് സംസാരിക്കാൻ ഭയങ്കര പേടിയായിരുന്നു. പക്ഷേ ഇങ്ങനെ മെസ്സേജ് അയച്ച് സംസാരിച്ച് അവിടെ നിന്ന് ഇവിടെ നിന്ന് പറക്കി ഓരോ കാര്യങ്ങൾ സംസാരിക്കും കേട്ടോ. എനിക്ക് തേൻമൊഴിനെ പറ്റി പറയാനുള്ളത് എന്നിട്ട് അതിനുണ്ട് കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ പറയാൻ. ആളുടെ ഫുഡ് അടിപൊളിയാണ് കേട്ടോ, നല്ല ടേസ്റ്റാണ്. അല്ലെങ്കിൽ തമിഴ്നാട് ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അടിപൊളിയല്ലേ. അപ്പോൾ കാലത്ത് തന്നെ ഞങ്ങൾക്ക് വേണ്ടി ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആൾ. പിറ്റേ ദിവസം അവർക്ക് എന്തോ പൂജയുടെ ഉള്ളൊരു ദിവസമാണ്. അപ്പോൾ അവർക്ക് ആ ദിവസം നോൺ വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ വന്ന ദിവസം തന്നെ ആൾ ചിക്കൻ കറിയൊക്കെ വെച്ച്, ഇഡ്ഡലി ചിക്കൻ കറി, അതിൻ്റെ കൂടെ വട. ഭയങ്കര ഈസി ആയിട്ടാണ് കുക്ക് ചെയ്യുക കേട്ടോ.
പെട്ടെന്ന് പെട്ടെന്ന് കുക്കിംഗ് കഴിയും. പിന്നെ എന്താ പറയുക, നല്ല ടേസ്റ്റാണ്. നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല രുചിയുള്ള ആളാണ്. എൻ്റെ വയറ് തന്നെ ചോദിച്ചു എന്ത് ഷിംന പതിവില്ലാണ്ട് നീ ഇത്ര ഫുഡ് എനിക്ക് തരുന്നതെന്ന്. അത്രയും കുറേ ഫുഡ് കഴിച്ചു കേട്ടോ ആ ദിവസങ്ങളിൽ. പിന്നെ ഞങ്ങൾ പൊന്നു പോലെ നോക്കിയിട്ടുണ്ടായിരുന്നത്, സ്വന്തം നീത്തിമാരെ പോലെ, എനിക്ക് അങ്ങനെ പറയാൻ പറ്റും, അല്ലെങ്കിൽ മക്കളെ പോലെ ഞങ്ങളെ കൊണ്ട് നടന്ന് ഞങ്ങൾക്ക് എന്താ വേണ്ടേ എന്നൊക്കെ പറഞ്ഞ് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് തേൻമൊഴീനെ. അത്രയും നമ്മുടെ ബന്ധുക്കൾ പോലും നമ്മൾ ഇത്രയും സ്നേഹിക്കില്ല എന്ന് പറയില്ല, അത്രയും നല്ല രീതിയിൽ ഞങ്ങളെ സ്നേഹിച്ചു. ഞങ്ങളെ നല്ല രീതിയിൽ ഡീൽ ചെയ്തായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാണ് ചെന്നൈ ടൗണിൻ്റെ ചില പ്രസക്ത ഭാഗങ്ങൾ. ഞങ്ങൾ ഊബർ വിളിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ട്, അപ്പോൾ അവിടുത്തെ ഒരു മാർക്കറ്റ് പ്ലേസിലേക്കാണ് പോകുന്നത്. ഞങ്ങൾക്ക് വേണ്ട കുറച്ച് സാധനങ്ങളുണ്ട്, അപ്പോൾ അത് തേടിയിട്ടുള്ളൊരു യാത്രയാണ്. അപ്പോൾ ഞങ്ങളാണെങ്കിൽ ഇതിന് മുന്നേ തന്നെ ഫോൺ കോൾസിലൂടെ ഞങ്ങൾ അതിൻ്റെ ഒരു റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തേൻമൊഴിയുടെ അടുത്ത് പറഞ്ഞ് പർച്ചേസ് ചെയ്യിക്കാൻ പറ്റില്ലല്ലോ, അത് അവർക്കൊരു ബുദ്ധിമുട്ടാണ്. മാത്രമല്ല അവരുടെ ടേസ്റ്റും നമ്മുടെ ടേസ്റ്റൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് അല്ലേ. അങ്ങനെ നേരിട്ട് പോയിട്ട് വാങ്ങണം എന്നുള്ളൊരു ആഗ്രഹവും, പിന്നെ എന്താ പറയുക, നമുക്കിഷ്ടപ്പെട്ട സാധനമേ നമ്മുടെ കടയിൽ ഇറക്കുള്ളൂ എന്നുള്ളൊരു വാശിയും കാരണമാണ് കേട്ടോ ഞങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടി ഇങ്ങനെയൊക്കെ യാത്ര ചെയ്തത്. അങ്ങനെ ഞങ്ങളൊരു ഷോപ്പൊക്കെ കണ്ടുപിടിച്ചു. സത്യം പറഞ്ഞാൽ കിട്ടില്ല എന്ന് തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ എങ്ങനെയാണ് തപ്പി പിടിച്ച് ഒരു ഷോപ്പൊക്കെ കണ്ടുപിടിച്ച് അതൊക്കെ നോക്കി. പിന്നെ നല്ല കളക്ഷൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അങ്ങനെ കുറച്ചൊക്കെ പർച്ചേസ് ചെയ്ത് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. ഞങ്ങൾ സംസാരിച്ച് ഫുഡ് കഴിക്കണത് ഷെയർ ചെയ്ത് കഴിക്കുക എന്നുള്ള രീതിയിൽ കേട്ടോ. സത്യം പറഞ്ഞ ഈ വീഡിയോ കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് തേൻമൊഴീനെ മിസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ കൂടെ ആൾ വന്ന് രാത്രി വന്ന് കെടുക്കും, മീൻസ് നമ്മളെ തന്നിച്ചാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും തോന്നിയാലോ എന്ന് കരുതിയിട്ട് അത്രയും കെയറിങ്. എൻ്റെ ലൈഫിൽ ഇത്രയും കെയറിങ് ഞാനൊരു ലൈഫിൽ അനുഭവിച്ചിട്ടില്ല കേട്ടോ. സ്നേഹിച്ച് കൊല്ലാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ്. അത്രയും നല്ല രീതിയിൽ ഞങ്ങൾ ഡീൽ ചെയ്തായിരുന്നു. ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. തെന്മൊഴി താങ്ക് യു സോ മച്ച്. അല്ലെങ്കിൽ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് നിൽക്കണപ്പോൾ പാവം തോന്നും കേട്ടോ. ഞാനത് എടുക്കുന്നതിന് ഒരു തടസ്സമോ കാര്യങ്ങളോ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. അപ്പം ഞങ്ങളുടെ ആ ഒരു സമയത്ത് പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഇങ്ങനെ നടന്നു. പിന്നെ റാപ്പിഡോ ബുക്ക് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ച് അവരുടെ വില്ലയിലേക്കാണ് കേട്ടോ എത്തുന്നത്. അവരൊരു വില്ലയാണ്, ചെറിയൊരു സ്ഥലത്തുള്ളൊരു വില്ല, പക്ഷെ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു വീടാണ്. അവർക്ക് 2 മക്കളാണ്. അപ്പോൾ സന്ധ്യയും ശ്രാവണം അങ്ങനെ അവരുടെ അടുത്തൊക്കെ വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ ഇന്നത്തെ ഒരു ദിവസത്തെ ഷോപ്പിംഗ് നമ്മളിവിടെ അവസാനിപ്പിച്ച് തിരികെ വീട്ടിലേക്ക് പോകാണ് കേട്ടോ. പോയ ഒരു ലോക്കൽ മാർക്കറ്റിൽ എന്തോ ഒരു തിരക്കായിരുന്നു. സാധാരണക്കാരുടെ ഒരു പർച്ചേസിങ് പ്ലേസ് ആണെന്നുണ്ടെങ്കിൽ പോത്തീസും ചെന്നൈ സിൽക്സ് ശരവണഭവനൊക്കെ ഈ ഒരു ഏരിയയിൽ തന്നെ നല്ല ഭംഗിയിൽ ഇത് ലൈറ്റൊക്കെ ഇട്ടിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെയും തിരക്കുണ്ട്, നിറച്ച് വണ്ടികൾ തന്നെയാണ് ഫ്രണ്ടിലും. അല്ല അതിപ്പോൾ 2-3 കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ടാവുമല്ലോ അല്ലേ. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ നെക്സ്റ്റ് ഡേയിലേക്ക് പോകാം കേട്ടോ. ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾക്കൊരു തമിഴ് ശരിക്കും ഫീൽ ചെയ്തില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. നമ്മൾ ഫിലിമിലൊക്കെ കണ്ടുവന്നിട്ടുള്ളൊരു ആ ഒരു സുപ്രഭാത പാട്ടൊക്കെ വെച്ചിട്ട് നല്ല ഭക്തിയാണ് കേട്ടോ ആൾ. അന്ന് എന്തോ വിശേഷ ദിവസമായിരുന്നു. അപ്പോൾ ആൾ പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് കുക്കിങ്ങിന് കയറിയേക്കുന്നത്. ഞാനൊന്നും ചെയ്യാത്ത കാര്യങ്ങളാണ് കേട്ടോ. എനിക്കൊന്നും ഞാനങ്ങനെ ഇപ്പോൾ ഞാൻ അത്യാവശ്യം നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളൊക്കെ തന്നെയാണ്. പക്ഷേ എങ്കിലും ഇങ്ങനത്തെ ഒരു പതിവൊന്നും നമ്മുടെ മലയാളികൾക്കില്ലാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചെയ്യുന്നവരുണ്ടാവാം കേട്ടോ. അങ്ങനെ പിന്നെ ആൾ ഞങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലി പൂരി, ദോശ, സ്പെഷ്യലുകളുടെ കളിയാണ്. നമുക്ക് ഒരു ഐറ്റം അല്ല ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാവുക. ആളത്രയും എന്താ പറയുക ഇഷ്ടത്തോടു കൂടിയിട്ടാണ് ചെയ്യുന്നത്. അതാണ് നമുക്ക് കഴിച്ചു പോകും. നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മൾ ഫുഡ് കഴിച്ചു പോകും. അത്രയും സ്നേഹത്തോടെയുള്ള വിളമ്പലും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് ഈ സെക്കൻഡ് ഡേയുടെ വിശേഷങ്ങൾ നിങ്ങൾ കണ്ടിട്ട് പോയോ? ഒരേ സമയം തന്നെ എല്ലാം ചെയ്യണം അല്ലേ. നാനേ കുറച്ച് ചെയ്തെല്ലാം ഇത് ചെയ്യരുത് പറയാം. ഇത് വീട്ടിൽ പണുവേ. പൂരി ബാജി, പൂരി കാര ചട്നി.
நல்லா இருக்குது கைஸ். തമിഴ്നാട് ബ്രേക്ക്ഫാസ്റ്റ് ഓൾവേസ് സ്പെഷ്യൽ. നിങ്ങൾ ഈ വ്ളോഗിൽ ഞങ്ങൾ ഷോപ്പിങ്ങിൻ്റെ വീഡിയോസ് ഒന്നും അധികം കാണാൻ ചാൻസ് ഇല്ല, പക്ഷേ ഫുഡിൻ്റെ വീഡിയോസ് ഒരുപാട് കാണും കേട്ടോ. കാരണം വിഭവസമൃദ്ധമായ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഞങ്ങൾ സെക്കൻഡ് ഡേ പർച്ചേസിങ്ങിനൊക്കെ ഇറങ്ങി. അത് വേറൊരു ഏരിയയിലേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അതൊക്കെ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ പോയി. അപ്പോൾ ആൾ സ്ഥിരം പോകുന്ന ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ ഞങ്ങൾ കൂട്ടിക്കൊണ്ട് പോയത്. ചെന്നൈ സാപ്പിട പോറേ தேன்மொழிக்கொപ്പം. எப்படி இருக்கு? நல்லா இருக்கு. இது தயிர் சாதம், ഇത് ദോശ, ഇത് ബംഗളൂരുടെ മസാല ദോശ. ഇത് ഇത്ര മാത്രം കറികൾ മസാല ദോശ. என்னுடைய மசால் தோசை. ഞങ്ങൾ അന്നത്തെ ദിവസം തിരിച്ചു പോരണമെന്ന് കരുതിയതാണ് കേട്ടോ. പക്ഷെ ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയില്ല. പക്ഷേ ഞങ്ങൾ പോകാമെന്ന് കരുതിയിട്ട് ആൾ ഞങ്ങൾക്കൊരു തട്ടിൽ ബ്ലൗസ് പീസ്, കുപ്പിവള, കുങ്കുമം, മഞ്ഞളൊക്കെ തന്നിട്ട് ഞങ്ങൾക്ക് തട്ടിൽ അങ്ങനെ തന്നിട്ട് അതങ്ങനെ ഉണ്ടെന്ന് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അവരെ വെറും കൈയോടെ പറഞ്ഞയക്കരുതെന്ന് പറഞ്ഞിട്ട് ആൾ ഞങ്ങൾക്ക് സ്വീറ്റ്സ്, സ്പെഷ്യൽ സ്വീറ്റ്സ് ഒക്കെ വാങ്ങിച്ച് നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ആളുടെ ഒരു സ്നേഹം ഇതൊന്നും എനിക്ക് പറഞ്ഞാൽ തീരില്ല കേട്ടോ. ഇപ്പോഴും കോണ്ടാക്റ്റിലുണ്ട് ആൾ. ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വിശേഷങ്ങൾ നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു ചേച്ചിമാരല്ലെങ്കിൽ നമ്മൾ അത്രയും ക്ലോസ് ആയിട്ടുള്ളൊരു ഫ്രണ്ട് വിളിച്ച് അന്വേഷിക്കുന്ന പോലെ ഞങ്ങൾക്ക് തിരക്കാന്ന് അറിയുന്നതുകൊണ്ട് തന്നെ ആൾ നമുക്ക് മെസ്സേജ് ഡ്രോപ്പ് ചെയ്യും. ഫ്രീ ആകുമ്പോൾ മെസ്സേജ് ഇടാൻ പറഞ്ഞിട്ട് അത്രയും സ്നേഹമാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് നെക്സ്റ്റ് ഒരു ഡേയും കൂടിയും തേൻമൊഴിയുടെ ഫുഡ് ആസ്വദിക്കാനായിട്ടുള്ള ഒരു ചാൻസ് കിട്ടിയിട്ട് അപ്പോൾ നെക്സ്റ്റ് ഡേ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സാമ്പാർ വട പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് ഞങ്ങൾ തലേ ദിവസം ചോദിക്കും എന്താ വേണ്ടേ എന്നുള്ളത്. അയ്യോ എനിക്ക് ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് തേൻമൊഴിനെ. ഞാനിപ്പോൾ ഈ വീഡിയോ കുറേ നാളുകൾക്ക് ശേഷമാണ് കേട്ടോ എഡിറ്റ് ചെയ്യുന്നത്. ഇതിപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ഞാൻ ഈ വ്ളോഗ് എഡിറ്റ് ചെയ്യുന്നത്. ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. ഫുഡും മിസ് ചെയ്യുന്നുണ്ട്. തൈര് വടൈ, സാമ്പാർ വടൈ. അങ്ങനെ മൂന്നാമത്തെ ദിവസത്തെ പൊങ്കലൊക്കെ കഴിച്ച് നല്ലോണം വയറൊക്കെ നിറഞ്ഞ്. പിന്നെ ഞങ്ങൾക്ക് അന്നത്തെ ദിവസം ഷോപ്പിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ വാങ്ങിച്ച സാധനങ്ങളൊക്കെ ചെറുതായിട്ട് സ്റ്റോക്ക് ലിസ്റ്റിലൊക്കെ കയറ്റി. പിന്നെ ലഞ്ചിനും മന്തിയും ആൾ അൽഫാമൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു പാവമാണ് കേട്ടോ ആൾ. നമുക്ക് തൃപ്തി ആവുന്നില്ല എന്ന് കരുതിയിട്ടാണെന്ന് തോന്നുന്നുണ്ട്. ആൾ അത്രയും നമ്മളെ ആൾ നല്ലോണം എഫേർട്ട് ഇട്ടിട്ടാണ് കേട്ടോ ഞങ്ങളെ കെയർ ചെയ്ത് കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നേ. എനിക്ക് ഇവളവും വേണ്ട. ഈ പ്രാവശ്യത്തെ ചെന്നൈ വ്ളോഗിൽ നിറച്ച ഫുഡാണ് ഗൈസ്. വെറൈറ്റി ഫുഡ്. നീ കാണാട്ടാ. ബൈ ബൈ. Thank you for சொல்லக்கூடாது ஃப்ரெண்ட்ஸுக்கு சிஸ்டருக்குல தேங்க்ஸ்ல நீங்க நாங்கள நல்ல மாதிரி பார்த்துட்டே இல்ல இல்ல தேங்க்ஸ் சொல்லக்கூடாது. ஓகே பை பை. பே பண்ணியாச்சு. நீங்க எதுவும் பண்ண வேண்டாம். பே பண்ணியாச்சு. ഗൈസ് ഞങ്ങൾക്ക് തേൻമൊഴി ചേച്ചി തന്നു. വിളിച്ചാ അങ്ങനെ ഞങ്ങൾ തേൻമൊഴിയോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. ആൾക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നേ. ആൾക്ക് ഭയങ്കര സങ്കടം ഉണ്ടാവും. എനിക്ക് അവിടെ നിന്ന് പോരുമ്പോൾ എന്തോ ഒരു പ്രത്യേക ഒരു ഫീൽ. നമ്മൾ ആരെയും ഒരു നമ്മൾ അത്രയും സ്നേഹിക്കുന്ന ഒരാളുടെ അടുത്ത് നിന്ന് പോരുന്ന ഒരു ഫീലായിരുന്നു. എന്താ പറയുക, നമ്മൾ തിരിച്ചു വരുന്ന എൻ്റെ വണ്ടിയുടെ പേയ്മെൻറ്റ് വരെ ആളെ കൊടുത്തിട്ടാണ് വിട്ടിട്ടുണ്ടായിരുന്നത്.
എത്രയും മാത്രമൊക്കെ സ്നേഹിക്കാൻ പറ്റുമോ അത്രയും ഭയങ്കര ഉള്ളിൽ നിറഞ്ഞ സന്തോഷത്തോടു കൂടിയാണ് കേട്ടോ ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നത്. എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ സങ്കടം വരുന്നുണ്ട്. ആളെ മിസ് ചെയ്യുന്ന പോലത്തെ ഒരു ഫീൽ തന്നെയാണ് ഞാൻ പലതവണയിൽ ഇപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നത്. ആൾ നമ്മളെ ട്രെയിനിൽ 5 മണിയാകുമ്പോൾ ആൾ ഓർമ്മപ്പെടുത്തി. ആൾ ഞങ്ങൾക്ക് സ്നാക്സും ഡിന്നറെല്ലാം തന്നു വിട്ടിട്ടുണ്ടായിരുന്നു, പാക്ക് ചെയ്ത് സെക്യൂർ ചെയ്ത് തന്നു വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ഈവനിങ്ങിൻ്റെ സ്നാക്സ് കഴിക്കുന്ന സമയത്ത് ആൾ ഞങ്ങൾ വിളിച്ച് ഓർമ്മപ്പെടുത്തി, കഴിച്ചാച്ചാ എപ്പടി ഇരുന്നാച്ച് എന്നൊക്കെ ചോദിച്ചിട്ട്. ആരെങ്ങനെയൊക്കെ ചെയ്യുക, നമ്മൾ അങ്ങനത്തെ ആൾക്കാർ ഒരിക്കലും ഇട്ട് കളയരുതെന്ന് നമുക്ക് നമ്മുടെ ലിസ്റ്റിൽ ഉണ്ടാവില്ലേ. അത്തരത്തിലുള്ള ഒരാളാണ് തേൻമൊഴി. എന്തായാലും ഞാൻ തേൻമൊഴിനെ ഇനി കാണാൻ പോവും. എനിക്ക് അത്രയും പ്രിയപ്പെട്ട ഒരാളുടെ ആൾക്കാരുടെ ലിസ്റ്റിലാണ് കേട്ടോ ഇപ്പോൾ തേൻമൊഴി ഉള്ളത്. അങ്ങനെ പിന്നെ ഡിന്നറിൻ്റെ സമയമായപ്പോൾ ആൾ ഞങ്ങൾ വിളിച്ച് ഓർമ്മപ്പെടുത്തിയായിരുന്നു കേട്ടോ, കഴിച്ചാച്ചാ എന്നൊക്കെ ചോദിച്ചിട്ട്. അങ്ങനെ ഞങ്ങൾ ചപ്പാത്തി നല്ല സോഫ്റ്റായിട്ട് നല്ല നെയ്യൊക്കെ തടവിയിട്ടുള്ള സൂപ്പർ ചപ്പാത്തിയും കറിയും തക്കാളിത്തൊക്കായിരുന്നു. ഞാൻ പറഞ്ഞതാണ്, ഞാൻ ദിയാടെ ഒക്കെ വ്ളോഗിൽ കണ്ടിട്ട് തക്കാളിത്തൊക്കെന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ആളുണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് ഞങ്ങൾ പിന്നെ കിടന്നുറങ്ങി. നെക്സ്റ്റ് ഡേ ആണ്, പിറ്റേ ദിവസം കാലത്താണ് കേട്ടോ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. ഇനി ഞാൻ എന്തായാലും തേൻമൊഴിയുടെ കൂടെ അവിടേക്ക് പോകുമ്പോൾ ഞാൻ ഇനിയും വ്ളോഗ് ചെയ്യാം കേട്ടോ. അങ്ങനെ പിന്നെ ഇത് ഞങ്ങൾക്ക് തന്ന ഗിഫ്റ്റാണ് തേൻമൊഴി. എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നേ പോലെ എനിക്ക് തോന്നി. ആളെൻ്റെ അടുത്ത് ആളുടെ വീട്ടിലേക്ക് അത് പറഞ്ഞിട്ട് സെലക്ട് ചെയ്യിച്ചതാണ് ബുദ്ധൻ്റെ സ്റ്റാച്ചു. ഞാനത് ഫിറ്റ് ചെയ്തിട്ടില്ല, കാരണം എനിക്ക് അത്രയും നല്ലൊരു സ്ഥലത്ത് ചെയ്യണം എന്നുള്ളൊരു ഇതുകൊണ്ട് ഞാനത് ചെയ്തിട്ടില്ല. ഞാൻ എത്രയും പെട്ടെന്ന് ആ സാധനം ഞാൻ ഷോപ്പിൽ തൂക്കിയാലോ എന്നൊക്കെ കരുതിയത്, പക്ഷെ ഞങ്ങളുടെ ഷോപ്പിൽ അതിനുള്ളൊരു സ്പേസ് ഇല്ല. അപ്പം ഞാനൊരു സ്റ്റുഡിയോ റൂം പോലെ വീട്ടിൽ ചെയ്യാമെന്ന് കരുതിയിട്ടായിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടായിട്ട് ഇത് സെറ്റ് ചെയ്യാമെന്ന് കരുതിയിട്ടായിരിക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്, നല്ല രസമുണ്ട് കാണാൻ. ഞാനിത് എനിക്ക് വേണ്ടി വാങ്ങിച്ചതല്ല, അവരുടെ വീട്ടിലേക്ക് വെക്കാനാവുന്ന കാര്യം സെലക്ട് ചെയ്ത് കൊടുത്തതാ. കുറച്ച് ലേറ്റ് ആണെന്നു എടുത്തു, ഞങ്ങൾ കുറച്ച് ലേറ്റായി. ട്രെയിൻ ഇത്തിരി ലേറ്റ് ആടുന്നു. അയ്യോ, അങ്ങനെ നമ്മുടെ ചെന്നൈ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ പോയതൊരു ബിസിനസ്സിൻ്റെ ആവശ്യത്തിനാണ്. അപ്പം അതിൻ്റെ പർച്ചേസിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. പക്ഷേ നമ്മളൊരു അതിഥി ദേവോഭവ എന്നൊക്കെ പറയുന്ന ഒരു ഇതുണ്ടല്ലോ, അത് കാര്യമായിട്ട് ചെയ്ത എൻ്റെ ലൈഫിൽ ഇതുപോലൊരു ഹോസ്പിറ്റാലിറ്റി ഞാൻ എവിടെ നിന്ന് അനുഭവിച്ചിട്ടില്ല. അത്രയ്ക്കും എന്താ പറയുക, ശരിക്കും അവിടെ നിന്ന് പോകുമ്പോൾ മിസ് ചെയ്തു. കാരണം നമുക്ക് അമ്മമാരല്ലെങ്കിൽ ചേച്ചിമാരൊക്കെ നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന പോലെയായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യക്ക് ഇതെന്തോ സ്കേറ്റിങ്ങിൻ്റെ ഇത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് വന്നിട്ടുണ്ട്. ദിവസം കാലത്തൊന്നല്ല കേട്ടോ, ഞങ്ങൾ രാത്രി എപ്പോഴോ ആണ് എത്തിയത്. എനിക്ക് കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല കേട്ടോ, കാരണം 2 മാസത്തിന് ശേഷമാണ് ഞാനിത് എഡിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് കുറേ ബിസി ആയി, ഇപ്പോൾ മെമ്മറി ലോസ് ഒക്കെ നന്നായി സംഭവിക്കുന്നുണ്ട് ഗൈസ്. അങ്ങനെ പിന്നെ ആദ്യം വാങ്ങിച്ച സാധനങ്ങളൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഇന്നത്തെ ഒരു ചെന്നൈ വ്ളോഗ് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. കുറേ ബിറ്റുകൾ എൻ്റെ നിന്ന് മിസ്സായി പോയി, കാരണം എൻ്റെ ഫോണിൻ്റെ മെമ്മറി ഫില്ലായി. കുറേ എൻ്റെ നിന്ന് ഷോർട്സ് ഞാൻ എടുത്തതൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് എന്തായാലും നിർബന്ധമായിരുന്നു ഞാനിത് ഡിലീറ്റ് ചെയ്യാണ്ട് ഞാൻ ഈ വ്ളോഗ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നു, കാരണം ഇത് എനിക്ക് മെമ്മറിയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ചെന്നൈ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ.